സെയിൽസിൽ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. നമ്മൾ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ഓവർ സെൽ ചെയ്യാനും പാടില്ല, എന്നാൽ കൺവേർഷൻ കൂടും വേണം. അപ്പോൾ സെയിൽസിനെ എങ്ങനെ നമ്മൾ നോക്കി കാണണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും അതൊരു വലിയ പണിയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യാത്തൊരു ആൾക്കാർ എന്നുള്ളൊരു സംഭവം പൊതുവിലുണ്ട്. ഇപ്പം നമുക്കും തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം നിൽക്കുമ്പോൾ ഒരു സെയിൽസ് കോൾ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് കോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ഒരു കടമ്പായിട്ട് തോന്നും ആ വിളിക്കണത്. ചില സമയത്ത് ആ ഒരു സന്ദർഭം ബേസ് ചെയ്തിട്ടൊക്കെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാനുള്ള ശ്രമം ഉണ്ടാവും. അപ്പോൾ ഈ സംഗതി ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും സെയിൽസ്മാൻമാർ. അപ്പോൾ അവിടെ എങ്ങനെ സെയിൽസിനെ അപ്രോച്ച് ചെയ്യണം, ഏത് അർത്ഥത്തിൽ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏത് അർത്ഥത്തിൽ അപ്രോച്ച് ചെയ്താലാണ് നമുക്ക് ഓവർ സെല്ല് ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല കൺവേർഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്ന ഒരാൾ എന്നുള്ളതാണ്. ഇനീഷ്യലി ഒരു എൻക്വയറി മുതൽ ബിസിനസ് ആവുന്നത് വരെ, സെയിൽ ആവുന്നവരെ ശരിക്കും ആ ഒരു സ്റ്റേജിൽ കസ്റ്റമറിൻ്റെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഒരു നീഡ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾ എന്തെങ്കിലും ഒരു ആഡിലോ അല്ലെങ്കിൽ നമുക്ക് എൻക്വയറി ചെയ്യുന്നത് അവർക്ക് കറക്റ്റായിട്ട് ഒരു നീഡുണ്ട്. ഈ നീഡിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ടു സൊല്യൂഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് നമുക്ക് ഇത് മാറ്റാം. നമ്മളെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഡ് കണ്ട് എൻക്വയറി ചെയ്ത ഒരാൾക്ക് ഒരു ആവശ്യമുണ്ടല്ലോ, ആ ആവശ്യത്തിന് നമ്മൾ പ്രോബ്ലം ടു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കർട്ടനാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരാളുടെ സ്പേസ് ഒന്നും കൂടെ ബെറ്റർ ആക്കുക എന്നുള്ള ഒരു ആവശ്യം അവിടെ ഉണ്ട്. ആ ആവശ്യത്തിന് മുന്നേ അത്ര ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിനെ ഇൻസ്പയർ ചെയ്യുന്നില്ല എൻ്റെ സ്പേസ് എന്നുള്ളിടത്തുനിന്ന് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന, എനിക്ക് ഇഷ്ടപ്പെടുത്തുന്ന ഒരു സ്പേസിലേക്കുള്ള മാറ്റം എന്നുള്ള ഒരു പ്രോബ്ലം ടു സൊല്യൂഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ഏത് സെയിൽസിൻ്റെ പുറകിലും കസ്റ്റമറിന് ഒരു നീഡ് ഉണ്ടോ അവിടെ പ്രോബ്ലം ടു സൊല്യൂഷൻ എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിന് ആ ഒരു സംഗതി പഠിച്ചിട്ട് ആ ഒരു ആവശ്യത്തിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ടു സൊല്യൂഷനിലേക്കുള്ള ഒരു വാല്യൂസ് ഷെയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തേണ്ടത്. നമ്മൾ ഇനീഷ്യലി തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ പ്രൊഡക്റ്റിനെ ഇങ്ങനെ വിൽക്കാൻ പാടില്ല, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇനീഷ്യലി തന്നെ അവരെ മുമ്പിൽ പോയി സെല്ല് ചെയ്യാൻ പാടില്ല. അത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് അവരുടെ ആവശ്യത്തിനെ കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെ സിനാരിയോസിന് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതേ സമയം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. അപ്പോൾ പലരും നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സംഗതി ഒരു ബ്രോഷർ നിങ്ങൾക്ക് അയച്ചിരുന്നല്ലോ, നിങ്ങളത് നോക്കിയിരുന്നോ, അല്ലെങ്കിൽ ഞാനൊരു കൊട്ടേഷൻ അയച്ചിരുന്നു, നിങ്ങൾ നോക്കിയിരുന്നോ, ഇങ്ങനെ നമ്മളിങ്ങനെ ആ സെയിലിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനാരിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അതോടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇനീഷ്യലി സംസാരിക്കേണ്ടത് അവരുടെ നീഡിനെ കുറിച്ചോ അവരുടെ പ്രോബ്ലത്തെക്കുറിച്ചാണ്. കൃത്യമായിട്ട് അവരുടെ കൺസേൺസുകൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഏത് ഫീൽഡിലും അവരൊരു കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ എന്തോ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണ്, അവിടെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, കൺസേൺസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ട്. അത് മാക്സിമം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വൃത്തിക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വാല്യൂ ഷെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ സെയിൽസിൽ നോക്കേണ്ട ഇത്തരം വാല്യൂ ഷെയറിംഗ് ആണ്. ഒരാളെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് അതൊരു ആവശ്യമായിട്ടുണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ ആ ആവശ്യം കുറഞ്ഞു വന്ന് ഒരു തണുത്ത ലീഡായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി തന്നെ പെട്ടെന്ന് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കഷൻ തുടങ്ങണം എന്നുള്ളതാണ്. ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ്, ഫസ്റ്റ് നമ്മൾ കണക്ഷൻ ബിൽഡ് ചെയ്യാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ആളെ പരിചയപ്പെടണമല്ലോ, അതിന് മുമ്പ് സംസാരിച്ച് തുടങ്ങാൻ പാടില്ല. അപ്പോൾ നമുക്കൊക്കെ വരുന്ന സെയിൽസ് കോൾ എന്താണ്, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തുടങ്ങും. പക്ഷെ അതിന് മുന്നേ നമ്മൾ ആ ഒരു പേഴ്സണിനായിട്ടും ബന്ധം സ്ഥാപിക്കാൻ നോക്കണം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ഒരു എൻക്വയറി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് സ്ഥിതി, ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ വീട് പണി തുടങ്ങിയോ, എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് ലൊക്കേഷൻ, ഏത് രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു വിശേഷം ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മളെ പരിചയത്തിലുള്ള ഒരാൾ വീട് പണിക്ക് വേണ്ടി നിൽക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനായിട്ട് പരിചയം പുതുക്കണം. അപ്പോൾ ആ സിനാരിയോ മനസ്സിലാക്കണം. നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള സിനാരിയോ മനസ്സിലാക്കി അത് ബേസ് ചെയ്തിട്ടുള്ള വിശേഷം ചോദിക്കലുകളിലൊക്കെ ആയിരിക്കണം തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രശ്നം മനസ്സിലാവും. ആ പ്രശ്നത്തിൻ്റെ വാല്യൂ ഷെയറിങ് നമ്മൾ ചെയ്യണം. എന്താണ് ഈ വാല്യൂ ഷെയറിങ്? എപ്പോഴും നമ്മൾ പറയും വാല്യൂസ് ഷെയർ ചെയ്യണം, അതിലൂടെ ഒരു വാല്യൂ ബിൽഡ് ചെയ്യണം, കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നൊക്കെ. വാല്യൂസ് പറഞ്ഞാൽ അങ്ങനെ കുറേ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള എന്ത് ഇൻഫർമേഷനും വാല്യൂ ആണ്. അത് ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് ആയിരിക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കർട്ടൻ്റെ കേസ്, ഇപ്പോൾ കർട്ടൻ ഫിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യത്തിന് നമ്മളെ കോൺടാക്ട് ചെയ്ത ഒരാൾക്ക് ഇത് ഒരു 10 മോഡൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 10 മോഡൽ സാധനങ്ങളാണ്, അല്ലെങ്കിൽ 10 ടെക്നോളജീസ് ആണ്
റിമോട്ട് കൺട്രോൾ സംഭവമുണ്ട്, ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം എത്രയാണ് വരുന്നത്, ഇതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം വാല്യൂസ് ആണ്. കാരണം ആളുകൾ ഇപ്പം എന്താണ് ട്രെൻഡിങ് അത് കോപ്പി ചെയ്യാന്നുള്ള ആളുകളുടെ ആവശ്യം അവർക്കുണ്ടാവും, ആ നീഡ് ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു ഇൻഫർമേഷൻ ആണിത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഡിസൈൻസ് ആണ് ഈ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിലുള്ള നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും ഇൻഫർമേഷൻസും മൂപ്പർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ പ്രോബ്ലം ടു സൊല്യൂഷൻ എന്നുള്ളതിലേക്കുള്ള ഒരു ജേണിയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സെയിൽസ് പേഴ്സൺ യഥാർത്ഥത്തിൽ കസ്റ്റമേഴ്സ് എന്നുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റണം എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു എന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ ഒരു മാലാഖ വരുന്ന പോലെ എന്നുള്ളത് പറയാം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ വിൽക്കുകയാണെങ്കിൽ അവർ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വെക്കുകയാണ്, അവരുടെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നത്തിന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ മതി, ഞാൻ എന്താ പറയുക ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും എന്നുള്ളൊരു ഓപ്പൺ ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആളേറ്റൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടതിലേക്ക് ഒതുങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻഡസ്ട്രിയുമായി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നിൽക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കണക്ഷൻ ബിൽഡാവും. ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കണക്ഷൻ, സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള വാല്യൂ ഷെയറിംഗ് ഉണ്ടെങ്കിൽ സെയിൽസ് താനേ വരും എന്നുള്ളതാണ്. നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി കൂടുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ സെയിൽസ് വരാതെ കണക്ട് ചെയ്ത് പോവുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിൽ പോയി കഴിഞ്ഞാൽ സെയിൽസ് താനെ വരും എന്നുള്ളതാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് വാങ്ങിയില്ല, എന്തോ കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, അല്ലെങ്കിൽ പ്ലാന് ഡ്രോപ്പ് ചെയ്തു, അല്ലെങ്കിൽ പ്രൈസ് കൂടുതലായിട്ട് തോന്നി, പക്ഷേ സംഗതിയൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടില്ല, ഇങ്ങനെയൊക്കെ നമ്മളെ അടുത്തുനിന്ന് എന്ത് ചെയ്യും, സെയിൽസ് പോവും. സ്വാഭാവികമാണ്, അങ്ങനത്തെ കേസ് ഉണ്ടാവും. പക്ഷേ എങ്കിൽ കൂടി ഈ കണക്ഷൻ അവിടെ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള വാല്യൂസിലൂടെ അവർ ഒരു സ്ട്രോങ് കണക്ഷൻ നമ്മളെ ബ്രാൻഡായിട്ടും അല്ലെങ്കിൽ നമ്മളായിട്ടും പേഴ്സണലി സെയിൽസ് പേഴ്സണായിട്ടും ആ കസ്റ്റമറിന് ഉണ്ടാവും. അത് അവരെ എന്ത് ചെയ്യുക, അപ്പോൾ വാങ്ങിയ ആളാണെങ്കിൽ വീണ്ടും അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നമുക്ക് പറ്റും, അപ്സെൽ ചെയ്യാൻ പറ്റും. അതേ സിനാരിയോയിലുള്ള ഒരു സാധനം വേറൊരു സാധനം നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സ്റ്റീൽ ഡോർ, സ്റ്റീൽ വിൻഡോ വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ സ്റ്റീൽ വിൻഡോ നമ്മുടെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളെ കൊണ്ട് സ്റ്റീൽ ഡോർ വിൽക്കാൻ പറ്റും, പിന്നെ സ്റ്റീൽ ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ കേസിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനെ അപ്സെൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോം ഓട്ടോമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹോം ഓട്ടോമേഷൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മളത് വാങ്ങി, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം, അപ്സെൽ ചെയ്യാനും റീസെൽ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. മറ്റോടത്ത് അങ്ങനെ ഉണ്ടാവില്ല. കാരണം മറ്റോടത്ത് എന്താണ്, എങ്കിൽ ഒരു സാധനത്തിനെ പറ്റി മാത്രം നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല, അവർ നേരിടുന്ന പ്രശ്നത്തിനെ കുറിച്ച് സംസാരിച്ച് അവരോടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ. രണ്ടും വാസ്റ്റ്ലി ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറലുകൾ കിട്ടുന്നുള്ളതാണ്. ഇപ്പം ഈ സമാനമായ അവരെ പരിചയത്തിലുള്ള സിനാരിയോസ് ഉള്ള ഈ നീടുള്ള ആൾക്കാർക്ക് നമ്മളെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇന്നയാളെ വിളിച്ചാൽ മതി, എനിക്ക് എല്ലാ തരം ഗൈഡൻസും തരും എന്നുള്ള രീതിയിൽ അവർക്ക് ഷെയർ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഈ വാല്യൂ ഷെയറിംഗ് എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ എൻക്വയറി ഒന്നും വരാതെ തന്നെ നമുക്ക് റെഫറലിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് എന്താ പറയുക പുതിയ കസ്റ്റമേഴ്സ് വരും. അപ്പോൾ അവരോട് വേറൊരാൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. നമുക്ക് ആളായിട്ടും നമുക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ മാർക്കറ്റിൽ നമ്മളുടെ ഒരു വാല്യൂ ആ മാർക്കറ്റിൽ പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ എല്ലാവരും കാണുന്ന പോലെ എന്നുള്ളതല്ല, പക്ഷേ ഇതിങ്ങനെ നമ്പർ ഷെയർ ചെയ്ത് പോയിട്ടൊക്കെ അതിലൂടെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ സെയിൽസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ, മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നും പുതിയ ലീഡ്സ് വരണം എന്നുള്ളതല്ല, വന്ന ലീഡ്സിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പേഴ്സണലി നമ്മളായിരിക്കും ചിലപ്പോൾ ഇനീഷ്യലി ബിസിനസ്സിൽ നമ്മളെ സെയിൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ടാവുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ടീമിനെ ഏൽപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ ടീമാണെങ്കിലും ഈ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ടീം അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ബിസിനസ്സുകാരുടെ എന്ത് ചെയ്യും, ആദ്യം ഇനീഷ്യലി നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും സർവീസ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കൺസേൺ ഉണ്ടാവുക, അതിലായിരിക്കും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ സെയിൽസിനെ ഒരു സെയിൽസ് സ്റ്റാഫിനെ അങ്ങോട്ട് ഹയർ ചെയ്തു, ആളെ ഏൽപ്പിച്ചു, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം പ്രീ പ്ലാൻ ചെയ്ത് എത്രത്തോളം ടെസ്റ്റ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ നമ്മൾ എന്ത് എഫേർട്ട് ഇടുന്നു അതേപോലെ എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ് സെയിൽസ്. ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കാം, നമ്മൾ കുറേ റോ മെറ്റീരിയൽസ് വാങ്ങി, കുറേ റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആയി ഇങ്ങനെ പോവുകയാണ്. നമ്മൾ അങ്ങനെ മിണ്ടാതിരിക്കുക, നമ്മൾ കൺസേൺ ആവും. ആ റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആവാതെ മാക്സിമം ഔട്ട്പുട്ട് ആയി പ്രൊഡക്റ്റ് ആയിട്ട് വരണം എന്ന് നമ്മൾ ചിന്തിക്കും. അതേപോലെ സെയിൽസിൽ വരുന്ന ലീഡ്സിനെ ഇത്തരത്തിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ള ഒരു ആവശ്യമായിട്ടെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യം ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇനീഷ്യലി ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കേണ്ടത്. കാരണം സെയിൽസ് കൂടി കഴിഞ്ഞാൽ മാത്രമാണ് റവന്യൂസ് കൂടുതൽ വരുള്ളൂ. സെയിൽസ് കൂടി കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ഈ കണക്ഷൻ കൂടി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല
പ്രോഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വാല്യൂസ് കൂടുമ്പോഴാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടാൻ പറ്റുക. അല്ലാതെ ജസ്റ്റ് പ്രൈസ് മാത്രം വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല വാല്യൂ ഷെയറിങ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടാലും നമുക്ക് ആവശ്യക്കാരുണ്ടാകുന്ന ഒരു സിനാരിയോ ഉണ്ടാക്കി ബിസിനസ് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു സിനാരിയോയിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളത് ഈ സാന്ദർഭികമായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സെയിൽസ് എന്നുള്ളൊരു സെഗ്മെന്റിനെ നമ്മൾ വേറൊരു അപ്രോച്ചിൽ നോക്കിക്കാണാൻ പറ്റുക എന്നുള്ളതിൽ ഈ വീഡിയോ ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും സജഷൻസും ഒക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.